ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. ഒന്ന് പുറത്ത് പോകണം, പിന്നെ എനിക്ക് മെറ്റീരിയൽ എടുക്കാൻ പോകണം. അപ്പോൾ രാവിലെ വേറെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ സേമിയ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സ്വീറ്റ് കഴിക്കുന്നുണ്ട്. ചെറിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. കുറേ നാൾ വണ്ടി എടുക്കാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പുറകിൽ അച്ഛയാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പം 4000 ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെ മുന്നോട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഞാൻ മാക്സിമം ഇനി സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ ഡ്രസ്സിൻ്റെയും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറച്ച് കുട്ടികൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഡ്രസ്സ് ട്രൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാഷ്മെലോയിൽ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. മാഷ്മെലോ സെപ്പറേറ്റ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചോക്ലേറ്റിനൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ചേച്ചിക്ക് പിന്നെ പൊതുവെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അച്ഛയും കൂടി മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോവാണ്. അച്ഛയ്ക്ക് ടൗണിൽ പോയിട്ട് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെയാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. എന്നിട്ട് അച്ഛ അങ്ങോട്ട് പോവാണ്. ഞാൻ ടൗണിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ പുൽപ്പള്ളി ടൗൺ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്ന് അമ്മ പെട്ടെന്ന് തന്നെ വന്നു. എന്നിട്ട് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഷോപ്പുകളിൽ പോകേണ്ട വന്നു. ഒരാൾക്ക് വേറൊരു മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈമും കൂടി കുടിക്കുന്നുണ്ട്. എഗ് പപ്സും ലൈമും കുടിക്കുകയാണ്. ഞങ്ങൾ മെറ്റീരിയലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛയും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. എല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. നൈറ്റ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം കുറേ ആയി മന്തി ഉണ്ടാക്കിയിട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചേച്ചി ഇവിടെ ചിക്കനൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇത് അൽഫാം ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. അപ്പോൾ അതിനകത്ത് തൈരും കുരുമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കിയിട്ട് ചേച്ചി അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ എയർ ഫ്രയറിലാണ് വെക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മൂവിയും കൂടെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മന്തി റൈസും ഉണ്ട്. പിന്നെ മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചൂടോടെ മന്തി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗായ്സ്, ഒരു കാര്യം, നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാനൊരു കുഞ്ഞു Q&A ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കമൻ്റ് ആയിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും എന്നോട് എൻ്റെ കാര്യങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു Q&A ആയിട്ട് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? Q&A വീഡിയോ വേണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഹെൽപ്ഫുൾ ആയാലും അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഞാനും ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ ഇത് ഞങ്ങളിവിടെ മന്തി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ മന്തി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വീക്കെൻഡിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട്. മിക്ക ദിവസങ്ങളിൽ സൺഡേ ആയിരിക്കും ഉണ്ടാക്കാറ്. പിന്നെ ഇന്ന് അച്ഛക്കൊക്കെ ലീവ് ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ മന്തി കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു മിൻറ്റ് ലൈമും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടി കഴിക്കുന്നുണ്ട്. പണ്ട് എനിക്കും ചേച്ചിക്ക് മിൻറ്റ് ലൈമൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങളിതാ മൂവിക്ക് ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കാണുന്നത് സൂക്ഷ്മദർശിനിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ മൂവി കാണുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് തീർക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.